സ്വന്തം ഫോട്ടോ തന്നെ കിട്ടി. തമാശ പറയല്ലേ ചന്ദ്രൻപിള്ളേ, എന്റെ സ്വഭാവം അറിയാം. വെറുതെ ചള്ളടിച്ചോണ്ടിരിക്കുക. ചീട്ടിറങ്ങാൻ നോക്കട്ടെ. നീ കളിയുടെ എന്റെ അല്ലേ? നമസ്കാരമുണ്ട്. കുറച്ച് പുതിയ മലയാളി കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞേ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു വന്നതാ. നിങ്ങളെ പേരെന്താണ്? അബ്ദുൽ സലാം. അല്ല നമ്മളെ കൗമാരല്ലേ? നിങ്ങളെ നാടോടെയാണ്? അങ്ങ് കൊയിലാണ്ടിയിൽ. അല്ല നമ്മളെ അമ്മന്റെ നാടോ തന്നെ. അവന്മാര് തമ്മില് വരി. വരണം, വേണം, ഇരിക്കണം. എല്ലാരും മലയാളികളല്ലേ? നമ്മളും മലയാളിയാ. പോയാ ആ തീപ്പെട്ടി ഇങ്ങനെ എടുത്തേ. ഓഹോ, മലയാളിയാണല്ലേ? എന്താ നമ്മൾ തരാനും പറയും മലയാളമല്ലേ? പക്ഷെ കണ്ട ഹിന്ദിക്കാരനാണെന്നേ തോന്നുന്നു. അല്ലേടിയാ? ആ അത് നേരാ. കോയക്ക് ദിലീപ് കുമാറിന്റെ ഒരു കട്ടുണ്ട്. അതിപ്പോഴും ഉണ്ടല്ലേ? അയ്യേ, ജാതിയാലുള്ള തൂത്താ പോവോ? പക്ഷെ ആ പഴയ ഗ്ലാമർ ഇപ്പൊ ഇത്തിരി ഇടിഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ട് ഉണ്ട് നമുക്ക് തന്നെ അറിയാം. ചെറുപ്പത്തില് നിങ്ങളെ പോലെ ഒന്നല്ലേ ഇനി നമുക്ക് ഭയങ്കര ഗ്ലാമർ ഇനി. അതുകൊണ്ടല്ലേ നമ്മൾ ബോംബെക്ക് കള്ളവണ്ടി കയറിയത്. എന്തിന്? ഇന്നലെ കഴിക്കാൻ. എന്നിട്ട് അഭിനയിച്ചോ? അഭിനയിച്ചു. മധുമതിയിൽ. നമ്മൾ മധുമതി കഴിഞ്ഞ ആഴ്ച കണ്ടാണല്ലോ. അതെ. അയ്യോ, അത് ഈ കോയക്കാനെ കണ്ടില്ലല്ലോ. നിങ്ങൾ പിന്നെ മധുരയെ കണ്ടേ? പഴയ മധുമതി. മധുമതി കണ്ടിട്ട് നമ്മളെ കണ്ടില്ലാന്നോ? ഈ പാട്ട് നടക്കുമ്പോ വൈദ്യുതി മല തൊട്ട് പുറകെ നമ്മളുണ്ടായിരുന്നത്. കണ്ടില്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കുവാനവർ. പിന്നെന്താ തുടർന്ന് അഭിനയിക്കാൻ? ഞാൻ അത് ഒരേനക്കെട് പറ്റിപ്പോയതാ. ഷൂട്ടിംഗ് കഴിഞ്ഞ് നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ വൈജയന്തി മാല ഞമ്മക്കിട്ടൊരു സൈറ്റടിച്ചു. എന്നിട്ട് 3-4 തവണ അടിച്ചപ്പോ ഒന്ന് നമ്മളും തിരിച്ചടിച്ചു. അതിപ്പോ ആരായാലും അടിക്കൂലേ? പിന്നെ ഞമ്മള് തിരിച്ചടിച്ചത് ആ പായം കണ്ടുപോയി. ആര്? ദിലീപ് കുമാർ. നമ്മളെ കാലക്കിടന്നല്ലാണ്ട് എന്ത് പറയാൻ? അത് ഓന് പിടിച്ചില്ല. ഓന് പിടിക്കോ? ഓന്റെ ആളല്ലേ? അന്ന് പിടിച്ച് പുറത്താക്കി നമ്മളെ. പിന്നെ മുംബൈ അതിന്റെ ശേഷം ഞാൻ ഒരു സ്മാൾ ഒഴിക്കട്ടെ. വേണ്ട, നമുക്ക് ഹറാമാ. എന്നാ പിന്നെ നേരെ ഒരുപാട് വൈകി. ഞാൻ ഇറങ്ങട്ടെ. സമയമുള്ളപ്പോൾ വരണം. അയ്യോ, ഇങ്ങനെ സാധനം അപ്പോ